ഇതുപോലൊരു മാണിക്യക്കല്ലായ സ്നേഹനിധിയായ ഉമ്മയെ ആരാണ് ആഗ്രഹിക്കാത്തത്? ഞാൻ ഒരൊറ്റ വാക്കിൽ പറയാട്ടോ, ഈ ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ്റെ ഈ ഒരു പൊന്ന് ഉമ്മയാണ് കേട്ടോ. ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ആ അമ്മ ആ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഒന്ന് സർപ്രൈസ് ആക്കിയതാണ്. അതായത് അവൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ഇവൻ പോലും അറിയാതെ ഒരു സർപ്രൈസ് കൊടുത്തതാണ് ഈ ഒരു അമ്മ. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ വീട്ടിലെ കുറച്ച് ആളുകളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മകൻ്റെ ഫ്രണ്ട്സ് വന്നത്. അത് ആ ഒരു അമ്മ വിളിപ്പിച്ചാട്ടോ. പിന്നെ കണ്ടോ, കണ്ണൊക്കെ പൊത്തിയിട്ട് ആ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനൊരു സർപ്രൈസ് കൊടുത്തോട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ അവൻ എന്തൊക്കെയോ ആയിപ്പോയി. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഒരു ചളങ്ങിയ ഒരു ഫേസൊക്കെ ആയിട്ട് അവൻ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ഇത് അവൻ കണ്ടു, അവൻ ഹാപ്പി ആയി. കാരണം അവൻ അമ്മ കൊടുത്തൊരു സർപ്രൈസ് ആട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ 10ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സാമിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഉമ്മാക്ക് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും വേറെ വേറെ വഴിയിലോട്ട് പോകുമല്ലോ. അപ്പോൾ ഇനി എപ്പോഴാണ് ഇവർ തമ്മിൽ കാണുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു അമ്മ ആ മകന് കൊടുത്ത ഒരു സർപ്രൈസാണ് കേട്ടോ. മകനെ ഇങ്ങനെ ഒരു സർപ്രൈസ് ആ ഒരു അമ്മ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മക്ക് ആ ഒരു മകന് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇതേപോലെ തന്നെയാണ് എല്ലാ അമ്മമാരും കേട്ടോ, മക്കളോട് സ്നേഹമുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഒരു അമ്മയാണ്, ഉമ്മയാണ് എന്നുള്ളത്. ഇനി ചില ആൾക്കാർക്ക് നമ്മളെയൊക്കെ ഫ്രണ്ട്സാളെ നമ്മുടെ ഉമ്മമാർക്ക് കാണുമ്പോൾ വേറൊരു രീതിയിലാണ്. അതിനുള്ള കാരണങ്ങളുണ്ട്. ആ ഒരു കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു മോനോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ആ ഒരു സ്നേഹനിധിയായ ഉമ്മയുണ്ടല്ലോ, ആ ഒരു ഉമ്മയെ നിന്റെ മരണം വരെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഒരിക്കലും കൈവിട്ട് കളയരുത്. അത് നിന്റെ ഭാഗ്യമാണ്. എന്തായാലും ഈ ഒരു ഫാമിലിക്ക് പടച്ച തമ്പുരാൻ നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക.